പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം അതോറിറ്റി ചരം ഒരുക്കി കഴിഞ്ഞു. രാഷ്ട്രത്തിന്റെ പൈതൃകവും സംസ്കാരവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതോടൊപ്പം സൗദിയുടെ ഭൂപടത്തിൽ യാമയെ അടയാളപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണിത്. അറേബ്യൻ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ചരിത്രങ്ങളിലേക്ക് അന്വേഷണ കുതുകികളെ ആനയിക്കുന്ന അപൂർവ കാഴ്ചാനുഭവം നൽകുന്നു. 200 വർഷങ്ങൾക്ക് മുന്നേ അറേബ്യൻ പ്രധാനപ്പെട്ട ഇടത്താവളമായിരുന്നു ചെങ്കലെ പ്രദേശമായ അമ്പു. യമനിൽ നിന്നും ഈരേക്കുമുള്ള പ്രധാന കടമായി പൗരാണിക കാലം മുതലേ ചരിൽ ഇടിച്ചിട്ടുണ്ട്. അറേബ്യൻ ഭൂഖണ്ഡത്തിലെ ജലസ്പർശമുള്ള പ്രദേശങ്ങളെ അയച്ച് പുഷ്ട പ്രാചീന ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ് യാംബു എന്ന കൊച്ചു നഗരം. നൂറ്റാണ്ട് പഴക്കമുള്ള ഗ്രാമീണ യാംബുവിന് പറയാനുള്ളത്. തൂത്തോട് ചേർന്നുള്ള ടച്ച് നഗരിയിൽ 1000 വർഷത്തോളം പഴക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളും സന്ദർശകർക്ക് കൗതുകം. പകുതി തകർന്ന മൂലവീടുകളും കാദ്യാനങ്ങളെ അതിജീവിക്കാൻ വീടിനകത്ത് നൂറ്റാണ്ടുകൾ മുൻപ് നിർമ്മിച്ച പ്രത്യേക ഭൂഗർഭാറകളും കുടിവെള്ള ശേഖരണ പദ്ധതികളും സാംസ്കാരിക തനിമയിലേക്ക് വെളിച്ചം വീശുന്നു. മൺകട്ടകളാത്ത ചുമരുകളും ഈത്തപ്പനത്തടിയിൽ തീർത്ത മേരയും കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു. ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തോമസ് എഡ്വേർഡ് ലോറൻസ് എന്ന ബ്രിട്ടീഷ് സൈനികൻ തന്റെ താവളമായി യാംബുവിനെ ഉപയോഗിച്ചായി യാംബുവിലെ ചരിത്ര ഗവേഷകൻ നബീൽ അൽ ഹാസ്മി പറഞ്ഞു. അദ്ദേഹം താമസിച്ചിരുന്ന വീട് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ ഓഫീസായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1